അപ്പോൾ കാക്കനാടേക്ക് ലെഫ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ കാക്കനാട് കാണാം. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലട്ടോ, പാലാട്ടത്ത് നിന്ന് കാണും. ഈ വഴിയും പോവാം, ലെഫ്റ്റ് വഴി അവിടെ എത്തും. അവൻ കയറിയപ്പോഴേ അത് കാരണം ഉണ്ടോ എന്നാലും പിന്നെ വായുഗുളികളാണല്ലേ അവനങ്ങനെ പോകും. ബ്ലോക്കം പറ്റില്ല. എടാ പോവില്ല പോവില്ല. എടാ ഇങ്ങനെ കണ്ടുപിടിക്കില്ല കേട്ടോ. ഞാനവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് നോക്കട്ടെ കാര്യങ്ങളൊക്കെ മൊത്തം ബ്ലോക്കായി പോയി. പാലാഴത്തം മൊത്തം ചെയ്യണം ബ്ലോക്ക് മൊത്തം ബ്ലോക്കായി പോയി. ഒരു കാര്യമില്ല സത്യത്തിൽ. എന്തിനാ അവിടെ ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. എല്ലാ ആൾക്കാരും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക അവർ തന്നെ വേറെ പ്രശ്നം. നല്ല ഫുട്പാത്ത് നമ്മൾ അവർക്ക് വിട്ടു കൊടുക്കണ്ടേ. മൊത്തം നശിച്ചടയ്ക്കാൻ പോകും. അധികമൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നെ അത്യാവശ്യം സംഗതി ക്ലിയർ ആവും. അധികം ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അത് ചെയ്യൂല. മനസ്സിലായോ? അധിക കാര്യങ്ങളൊന്നും വൃത്തിയാക്കൂല. ഇങ്ങനെ പോകാനേ വൃത്തിയുള്ളൂ. ഇപ്പം നമ്മളാ ബ്ലോക്കിൽ കിടന്ന് വെറുതെ സമയം കളയാൻ നോക്കാം. ശരി പതി ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടല്ല ഫുട്പാത്താണ്. ഫുട്പാത്തിൽ കൂടി അങ്ങനെയല്ലേ പോകുള്ളൂ. ആൾക്കാർക്ക് നമ്മൾ എൻ്റെ ഇടയിൽ കൂടി സമയം അപ്പോൾ സൈക്കിൾ പാത്ത് പോലെ ഫുട്പാത്തിൽ നിന്ന് വാങ്ങി കയറാൻ നിർത്തിയില്ല. പാലാരിവട്ടം പാലാരിവട്ടം പാലാരിപ്പുണ്ട്. ഞാൻ ബ്ലോക്കിലോട്ട് കയറിയുണ്ട്. എന്താ സംഭവം വഴിമാറിപ്പോ പാലാരിവട്ടമായിട്ടുണ്ട്. പോലും നോക്കാം. ഞാനും പതിയെ പോയി നോക്കാം. നടക്കാം. വെറുതെ ആ റോട്ടിൽ കിടന്നിട്ട് കാര്യമില്ല. ഇവരെങ്ങനെ പോകാൻ കഴിക്കുമെന്ന് കഴിക്കും. ഒരു പരിഗണനയല്ല. പൊക്കട്ടെ. അതുപോലെ തന്നെ സൈക്കിൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾ ചവിട്ടി പോകുന്നു. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ പാലായിട്ട് മിനിറ്റായി. അത് ആദ്യം അടിച്ചടയ്ക്കാണ്. ഏകദേശം ആളോ വഴി ആണെന്നാണ് പ്രശ്നം. അവിടെ സിഗ്നലോ അവിടെ സിഗ്നലിൽ അവിടെ ബ്ലോക്കാക്കി കളഞ്ഞു. ബ്ലോക്കാക്കി കളഞ്ഞു. ബ്ലോക്കാക്കി പറഞ്ഞോ. അതാ സംഭവം. ആ വശം മൊത്തം ബ്ലോക്കാണ് കാക്കനാടേക്ക്. അതാണ് സംഗതി. കുഴപ്പമില്ല. അപ്പോൾ പാലാരിവട്ടം കഴിഞ്ഞു. ഇനി പലൂര്
ഇപ്പോൾ 5 മണി കഴിഞ്ഞ് ലൈറ്റിങ്ങൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇട്ട് നോക്കിയതാണ്. പകലൊന്നും എന്നാലും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ പോരാതിന് മഴക്കാർ കൂടി ഉണ്ട്, ഇവിടെ ക്ലൗഡിയാണ്. ഇവിടെയും ബ്ലോക്കാം, ഇന്ന് മൊത്തം ബ്ലോക്കാണ്ട. ഇവിടുന്ന് കല്ല് സ്റ്റാൻഡ് എത്തിയിട്ട്, സ്റ്റാൻഡല്ല സ്റ്റേഡിയം, ഇതിങ്ങനെ കുറച്ച് വേറെ നിവർത്തിയില്ല. ഇവിടുന്ന് തിരിയാനുള്ള അവന്മാരൊക്കെ ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് കൊണ്ടുവന്നിടും വാഹനങ്ങൾ. അവർ പോയല്ലോ, ആൾക്കാർ ഇവിടെയല്ലോ. ആ സംഭവം ഇവിടെ കാലിരിച്ച് കിടക്കുന്നു. ഇതൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടോ, മെട്രോയുടെ ആവശ്യത്തിനുള്ളതാണ്. മൊത്തം പൊളിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ സ്റ്റേഡിയം അത് സ്റ്റേഡിയത്തിലുണ്ട്. അവിടെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വണ്ടികൾ പിടിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് കുറവാണ്, അങ്ങനൊരു ഗുണമുണ്ട്. പിന്നെ ഭാഗത്ത് ബ്ലോക്ക് ഇവിടെ കുറവാണ്. അതുപോലെയാണോ എന്നൊക്കെ തിരിച്ചു പിടിച്ച് പോകാൻ പോകുന്നു. എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല, പിന്നെ എന്തിനാ തിരിഞ്ഞു പിടിക്കണം? റിവേഴ്സ് എടുക്കാം. പോക്ക് അവൻ്റെ പോക്ക് ഉണ്ടല്ലോ. സ്പീഡൊന്നും മാറണം. ബ്ലോക്ക് കിട്ടിയ കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാനി വഴി ആഴ്ചയുടെ തിരക്കായിരുന്നു. ഓക്കെ, പള്ളി കഴിഞ്ഞിട്ടവിടെ കുറച്ചെടുത്ത് നോക്കുന്നത്. അപ്പോൾ പള്ളിയെത്തി. പള്ളി ഇവിടെ അങ്ങനെ എത്തിച്ച് ഓഫ് ചെയ്യും. ചൂടായിക്കണം, ക്യാമറ ചൂടാം. കമ്മ്യൂണിക്കാൻ ടൈം ഇടുമ്പോൾ അത്രയും കുഴപ്പമില്ലാണ്. അടിച്ചിട്ടും കഴിയില്ല. ആ റോഡിൽ നിന്ന് അടിച്ചുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റും ഇങ്ങനെ സിസ്റ്റം. ആണോ, ലോകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റും. നാട്ടു റോട്ടില്ല, അവിടെ നിന്ന് ചെറിയ തന്നെ വണ്ടികൾ അത് പൊക്കിയിട്ടാണ്. അടാ, ഇതാണ് നമ്മളാണ്. ഇപ്പം എൻ്റെ ബാക്കോട്ട് കയറി പോകുന്നത്. അവിടെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് വന്നാൽ പോയി ഒരു കാര്യമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുത്തിട്ട് പോയോ എന്നിട്ട് ഇവിടെ വന്ന് ബ്ലോക്കിൽ കിടക്കും. ഒരു കാര്യമില്ല, ബ്ലോക്ക് തന്നെ. ഇതെങ്ങനെ പോയാലും കണക്കാം. അവനവിടെ കുറഞ്ഞ് ആപ്പടിക്കുകയും പരിപാടിയും ഓട്ടെ. ചേട്ടാ ഒതുക്കുക ചേട്ടാ, ചേട്ടാ ഫ്രീ ലെഫ്റ്റാണ്, ഫ്രീ ലെഫ്റ്റ് അങ്ങോട്ട് ഒതുക്കുക. അതാടാ ഇതുവരെ ഇല്ലാത്തവന്മാർ വണ്ടി കൊണ്ടാവും. ലൈസൻസ്
മൊത്തം ബ്ലോക്കാം. അവിടെ കയറി വരാമെന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റ് ടൈമിന് അവിടെയും വരും. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഫ്രീ ലെഫ്റ്റിലൊക്കെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. നീളത്തിലിട്ടാൽ മതി, അത് ചെയ്യില്ല. ഫ്രീ ലെഫ്റ്റാണ്, അങ്ങനെ ഒരു ബോധമോ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഫ്രീ ലെഫ്റ്റാണെന്നുള്ള ഒരു ചിന്തയോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഫ്രീ ലെഫ്റ്റ് എന്നുള്ള മട്ടിലാണ്. തലയിൽ കഴിഞ്ഞ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. ഇനി മണപ്പാട്ടിയാണ്. ഞാൻ അവിടെ പോകുന്നത് അപ്പുറത്തെ തന്നെയല്ലോ മണപ്പാട്ടി. പെട്ടെന്ന് സിഗ്നലാണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറി പോകാൻ പാടില്ലെന്നാണ്. നമ്മുടെ ക്യാമറയ്ക്ക് കൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഏറ്റവും വലിയ പ്രോബ്ലം. വണ്ടി കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ പോകാം. പോലീസുകാരാണ്, സിഗ്നലില്ല. ഇപ്പം നോർത്തൊക്കെ ഉണ്ട്. നോർത്ത് അതിന് വേണമെന്ന് പറയാൻ വേണ്ടി എനിക്ക് ചവിട്ടിക്കാറ്. ഓരോ ദിവസം ചവിട്ടാണ്ടി വന്നിട്ട് കാലിനെ അതിൻ്റെ മുകളിലൊരു വണ്ടി കംപ്ലൈൻ്റ് ആയി. ഇനി അടുത്ത ബ്ലോക്ക് കൂടെ ആയിരിക്കും. തമ്മിൽ അല്ല പുറത്തോരാണ് എനിക്ക് വിളിച്ചതാണ്. ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഓരോ ചാട്ടവും കണ്ണിറങ്ങി ഇടിയാണ്. പാലൊക്കെ പൊളിയാണെന്ന് പിന്നെ അറിയാം. ടയറുമായ കച്ചറയിലുണ്ട്. ഈ കാറിങ് പോയി കിടക്കണം. വണ്ടി ഓടിക്കാൻ തോന്നുന്നു. പഠിക്കുന്നതായിരിക്കും മൊത്തക്കാരനായിരിക്കും. അപ്പോൾ കച്ചേരിപ്പടി എത്തി. കച്ചേരിപ്പടി വീട്ടിൽ 5 മണിയാണ് തുടങ്ങിയത്. 8 മണിയെന്ന് അറിയില്ല. 5:45 കാണും. മണിക്കൂറുണ്ട്. 6 മണിയായിക്കോണം. ഒരിക്കലും നിങ്ങൾ കൈയടിച്ചു കൊടുത്താൽ പോരെ. ഇവിടെ വാങ്ങി തീർത്തിയാൽ മതി. കൈയടിച്ചു കൊടുത്താൽ മതി. ചേട്ടാ ഞാൻ നോക്കട്ടെ. അത് ചവിട്ടി കാണാൻ പോവാൻ നിങ്ങൾ കൈയടിച്ചു കൊടുത്താൽ മതി.
കൂടിയും കയറി പോകും. അല്പം റെസ്റ്റാണ്. ഡ്രൈവിംഗാണ് ഇപ്പം എല്ലാവരും എൻജോയ് ഉണ്ട്. നേരെ കാനോട് വഴി പോകാം. എല്ലാവരും സിഗ്നൽ പോയി കിടക്കും. സിഗ്നലില്ല, പോലീസുകാരാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബ്ലോക്ക് ചെയ്യാൻ പരിപാടിയാണ്. ചോട്ടി ഇപ്പോൾ ബാനർജിയോട് എത്തി. കച്ചേരിപ്പടിയാണ് കേട്ടോ, ബാനർജിയോടല്ല ശരി. റോഡിൻ്റെ നേരമാണ് ഇപ്പോൾ കച്ചേരിപ്പടി എന്നാണ് എഴുതിയത്. ബാനർജിയോട് അപ്പുറത്ത് എന്നെ ബാനർജിയോടാണ് കച്ചേരിപ്പടി എന്ന് എഴുതി വെച്ചാൽ. അപ്പോൾ അവിടുന്ന് ബോർഡ് പൊളിച്ചു കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തപ്പം വയറ് മാറ്റിയില്ല. ആൾക്കാർ ഫിറ്റ് ചെയ്തിരിക്കുന്ന വിധത്തിൽ ബോർഡാണ് വെച്ചാൽ. അപ്പോൾ പോലീസാണ് പോട്ടെ, സംസാരിച്ചൊന്നും കേൾക്കില്ല. അപ്പോൾ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ അടുത്തെത്തിയില്ല. സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് പുരാതനമായൊരു കോളേജാണ്. ഇവിടെയൊക്കെ ഒരു 2001 വീഡിയോ ഉണ്ട്. ഇത്ര വാഹനങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്നും തിരക്കുറവാണ്. ഇപ്പോൾ ആളുകളെല്ലാം സിനിമയ്ക്ക് കയറി കാണും. ഇവിടെ തിയേറ്ററുണ്ട്, സരിത സവിത സംഗീത. ഇവിടെ ലെഫ്റ്റ് സൈഡാണ്. ആനൊന്നുമില്ല, വലിയ വാർത്തയൊന്നുമില്ല. പൊളിക്കാൻ നേരത്തേക്ക് മാത്രം. ഇപ്പം മൾട്ടിപ്ലക്സ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്തുന്നറിയില്ല. ആരും അകത്തേക്കൊന്ന് പോട്ടെ. അവിടെ നമുക്ക് അങ്ങോട്ടുണ്ടാവും. ഫാസ്റ്റായിട്ട് പോകണത് നമുക്ക് റെക്കോർഡിങ് ടൈം കുറവായിരിക്കും. എത്ര ടൈം റെക്കോർഡായെന്ന് അറിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാറ്ററി ഡൗണായിട്ടുണ്ട്. ഷൺമുഖം റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബാറ്ററി തീർന്നോന്നറിയില്ല. ഞാൻ അവിടെ കൊണ്ട് നിർത്തിക്കളഞ്ഞു. സിഗ്നൽ എന്ന് പറഞ്ഞ പരിപാടിയില്ല, ഇൻഡിക്കേറ്ററില്ല, സിഗ്നലിട്ട് ഒന്നുമില്ല. ഷൺമുഖം റോഡ് എനിക്ക് ഉടൻ വരെ മതി. നേരെ മറൈൻ ഡ്രൈവിൽ കയറാൻ പറ്റുമെങ്കിൽ കയറാം. അവിടെ നിർത്താം. നമുക്ക് അപ്പുറത്തേക്ക് കൂടി കയറിയല്ല.